ഈ വേദിയിൽ ജൂനിയർ വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരമാണ്. ജസ്റ്റ് നമ്പർ ശ്രദ്ധിക്കുക: 202, 205, 206, 207, 212, 213, 250, 220, 221, 225, 226, 228, 229, 230, 211, 224. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തനബിയിലേക്ക് നിങ്ങൾ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരുടെ മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എങ്കിലേ ആകാശത്തിന് അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുറ്റം വെച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ ബാലപ്പാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്ത് നിർത്തി സർവരും ആത്മശബ്ദത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു. ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാം ആത്മശബ്ദത്തിൽ പരിഹരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടുമല്ല, പക്ഷികളോടും മൃഗങ്ങളോടും സകല ജാലങ്ങളോടും പ്രകൃതിയോടും. അനാവശ്യമായി പ്രകൃതിയെ നശിപ്പിക്കരുത്. മരങ്ങൾ മുറിച്ച് മാറ്റരുത്. ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത്. കളിയൂർ മാങ്ങയിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്. മാതാവിന്റെ നിങ്ങൾ ചേ എന്ന് പോലും പറയരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തനബി സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. ഹിജ്റയുടെ 5-ാം വർഷം മക്കയിൽ മഴ നിലച്ച് ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ മുത്തനബിയെ വധിക്കാനും നാടുകടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിയില്ലായ സന്ദർഭം. മദീനയിൽ നിന്ന് വിവരം പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷണദാനങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുത്തെ ഒരു സ്വഹാബിയെ പറഞ്ഞയച്ചു. മക്കയിൽ ചെന്ന് മക്കയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനായിരുന്നു അത്. ഈ ഭക്ഷ്യദാനങ്ങളുമായി മക്കയിൽ വരികയും ശേഷം ഈ ഭക്ഷ്യദാനങ്ങൾ അബൂ സുഫ്യാൻ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. വലിയ ശത്രുപക്ഷത്തിൽ നിൽക്കുമ്പോഴും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.